കേരളത്തിലെ ജയിലിൽ കഴിയുന്ന തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നപ്പോൾ ഒരു വല്ലാത്ത തരം കുരുപൊട്ടനാണ്. ഏതോ ഈ നാട്ടിലെ മനുഷ്യരെന്ന് പരിഗണിക്കാൻ പാടില്ലാത്ത വിഭാഗക്കാർക്ക് എന്തോ സഹായം ചെയ്തു കൊടുത്ത മട്ടിൽ വലിയ പ്രചരണമാണ്. കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരൂപമുള്ള ഓതറൈസ്ഡ് വിവരക്കേടുകളെ കാണണമെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മൊബൈൽ ഫോണിന്റെ മുന്നിലിരുന്ന് വിടുവായത്തരം ഉളുപ്പില്ലാതെ തട്ടിവിടുന്ന പല മുഖങ്ങളെയും കാണാം. കാര്യം എന്താണ് മനുഷ്യനെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ രൂപം മാത്രം പോരല്ലോ. ഒരു വിഷയം വരുമ്പോൾ എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാതെ കിട്ടിയ അവസരത്തിൽ 4 വാപൊളിഞ്ഞ ഡയലോഗ് അടിച്ച് കുറച്ചു പേരുടെ കയ്യടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സൂപ്പറായെന്ന് വിചാരിക്കുന്ന അഖില ലോക വിവരക്കേടുകൾ. അതിനപ്പുറത്തേക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വേതന വർധനവ് നടപ്പിലാക്കുമ്പോൾ സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണോ ഈ പണമെടുത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരു ചർച്ച നടന്നു. അതിൽ മുൻ DGP ആയിട്ടുള്ള അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പണമല്ല, അവർ ജോലി ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കുന്നതാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ നിങ്ങളോട് ഇത് പറഞ്ഞോ? ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ അലക്സാണ്ടർ ജേക്കബ് എങ്ങനെയാണ് ആ പണം നൽകുന്നു എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ പറയുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കാനെന്ന് പറയും. ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നവർ അല്ലെങ്കിൽ അതേ പദവിയിലിരുന്നവർ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലതിനൊക്കെ അതൊരു ഉത്തരമാകും. സർക്കാർ ഖജനാവിൽ നിന്നല്ല ഈ പൈസ പോകുന്നത്. ജയിലിനകത്തു നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നു, കേക്ക് ഉണ്ടാക്കുന്നു, അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പം 8 രൂപ ഉണ്ടായിരുന്ന ചപ്പാത്തി 2 രൂപയ്ക്ക് കൊടുക്കുകയാണ്. 30 രൂപ ഉണ്ടായിരുന്ന വെജിറ്റബിൾ കറി 10 രൂപയ്ക്ക് കൊടുക്കുകയാണ്. 100 രൂപ ഉള്ള ചിക്കൻ കറി 20 രൂപയ്ക്കാണ് ജയിലിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുള്ള ചെലവ് ഗണ്യമായി കുറഞ്ഞു. ഞാൻ തുടങ്ങി വെച്ച ഈ ഫുഡ് പ്രൊഡക്ട്സ്, ചപ്പാത്തി ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷൻസിന് അന്ന് 3 കോടി രൂപയായിരുന്ന വരുമാനം ഇപ്പോൾ 16 കോടി രൂപയാണ്. ബഡ്ജറ്റിൽ വകകൊള്ളിക്കാത്ത ഒരു 16 കോടി രൂപ സർക്കാരിന് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ട്രഷറി പൂട്ടുമായിരുന്നു, ഇപ്പോൾ ട്രഷറി പൂട്ടുകയില്ല. കാരണം ഓരോ ദിവസവും വിൽക്കുന്ന ചപ്പാത്തിയുടെ വില വൈകിട്ട് 4 മണി കഴിയുമ്പോൾ ട്രഷറി കൊണ്ട് അടയ്ക്കും. ഇപ്പോൾ തിരുവനന്തപുരം ട്രഷറിയിലൊക്കെ 6 ലക്ഷം രൂപയാണ് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തടവുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 16 കോടിയിൽ നിന്നാണ് ഈ പൈസ പോകുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുള്ള വ്യാഖ്യാനം ശരിയല്ല. അപ്പോൾ ഈ തടവുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കുകയാണ്. പിന്നെ സാധാരണക്കാരുടെ ഡെയിലി വേജസുകാരുടെ കൂലി എത്ര, അല്ലെങ്കിൽ ആശാവർക്കന്മാരുടെ കൂലി എത്ര എന്ന് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ജയിലിലെ വർക്ക് 24 മണിക്കൂറാണ്. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് 10 ലക്ഷം ചപ്പാത്തി ഉണ്ടാക്കണം തിരുവനന്തപുരം സെൻട്രലിൽ ഒരു ദിവസം. അവൻ രാത്രി 8 മണി കയറുന്നത് ചിലപ്പോൾ 12 മണി വരെ ജോലി ചെയ്യും, അടുത്ത 12 മണി തൊട്ട് വെളുപ്പിന് 4 മണി വരെ ജോലി ചെയ്യും. അങ്ങനെ 24 മണിക്കൂർ അവൻ ജോലി ചെയ്തിട്ടാണ് ഈ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്.